ഫാദേഴ്സ് ലവ്, പിതാവിൻ്റെ സ്നേഹം. പിതാവിൻ്റെ സ്നേഹം നമ്മൾ പറയുമ്പോഴെപ്പോഴും കാണാത്ത ഒരു ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. എന്നാൽ പിതാവിൻ്റെ സ്നേഹം നമ്മൾ പുത്രനിൽ കൂടെ കാണുന്നുണ്ട്. ഏകസത്യ ദൈവമാകുന്ന ദൈവം, ഒറ്റ ദൈവമാണ്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മ ഒന്നാണ്. അവരിൽ രണ്ടാമത്തെ ആളായിട്ടാണ് നമ്മൾ യേശുവിനെ കാണുന്നത്. ഇവർ തമ്മിലുള്ള സ്നേഹം ഒരിക്കലും മാറുന്നില്ല. ആ സ്നേഹത്തിൻ്റെ ദൈർഘ്യം, അതിൻ്റെ ആഴം നമുക്ക് ഈ ലോകത്തിൽ വെച്ച് മനസ്സിലാക്കാൻ പാടാം. ഏദൻ തോട്ടത്തിൽ വെച്ചിട്ട് പോലും ആദാവ് മനസ്സിലാക്കിയില്ല. അപ്പോൾ ഈ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം, ആ സ്നേഹബന്ധം എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അഗാപ്പേ ലവ്. ഇത് എന്നെ തന്നെ ബലിയായിട്ട് കൊടുത്ത് ഞാൻ ദൈവത്തിനെ സ്നേഹിക്കുക, എന്നെ ഇല്ലാതാക്കി കണ്ട, അതായത് അവൻ വളരണം, ഞാൻ ചെറുതാകണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നത് പോലും ആ പിതാവിൻ്റെ സ്നേഹം കൊണ്ടാണ്. പിതാവ് എപ്പോഴും പുത്രന് എപ്പോഴും കൊടുക്കാൻ സന്മനസ്സാണ്. അതാണ് ഈ മുടിയനായ പുത്രൻ്റെ കഥയിൽ എഴുതി വെച്ചിരിക്കുന്നത്. പിതാവ് എൻ്റെ സമ്പത്ത് വേണം, എനിക്ക് എൻ്റെ സമ്പത്ത് വേണം. അവനൊട്ട് പ്രാപ്തനായിട്ടില്ല, അവന് പക്വതയാകാത്തവനാണ്. പക്ഷേ അപ്പൻ്റെ അടുക്കൽ ഇവനും അറിയാം എനിക്കുള്ള സമ്പത്ത് എൻ്റെ അപ്പൻ്റേത് എൻ്റേതാണെന്ന് അവനറിയാമായിരുന്നു. അപ്പോൾ ഇളയവൻ പറയുകയാണ്, എനിക്കെൻ്റെ സമ്പത്തിങ്ങ് തന്നേരം, ഞാൻ പോയിട്ട് ഞാൻ തന്നെത്താനെ കാശുണ്ടാക്കി കാണിക്കാം. അങ്ങനെ അപ്പം പറഞ്ഞു ഇവൻ പോയച്ചു വരട്ടെ എന്ന് പറഞ്ഞ് അപ്പൻ്റെ സമ്പത്ത് ഇവനും കൂടെ ഉള്ളതാണ്. അപ്പൻ്റേതെല്ലാം മക്കൾക്കാണല്ലോ, അപ്പൻ്റേതെല്ലാം മക്കൾക്ക്, മക്കളുടെ തൊട്ട് പോയേക്കരുത്. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ അപ്പൻ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവനും അവൻ്റെ ആണെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ്റെ വീതം ചോദിച്ചു. അപ്പൻ ഒരു വഴക്കും പറയാതെ കൊടുത്തു വിടുകയാണ്. ആ മുടിയനായ പുത്രൻ അവൻ പോയത് വേണമെന്നുണ്ടെങ്കിൽ അപ്പന് വേണേൽ ആളുകളെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വിട്ട് ചോദിക്കായിരുന്നു, മോനെ സുഖമാണോടാ, എങ്ങനെയുണ്ട്. അതൊന്നും അപ്പൻ ചെയ്തില്ല. പോയച്ചു വരട്ടെ. അങ്ങനെ മകനങ്ങ് പോയി. അവൻ ദൂർത്തടിച്ച്, അവൻ വിചാരിച്ച വിധത്തിലൊന്നും കാശുണ്ടാക്കാനൊക്കത്തില്ല. ദൂർത്തടിച്ച് എല്ലാം കളഞ്ഞ് നശിപ്പിച്ച് ഇല്ലാതായപ്പോൾ, കൂട്ടുകാരും പോയി, അവൻ്റെ പദവിയും മാറിക്കഴിഞ്ഞപ്പോൾ, പണവും ഇല്ലാതായപ്പോൾ അവൻ എന്ത് പറ്റിയെന്നാണ് പറയുന്ന വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? അവൻ പന്നികളുടെ കൂടെ പന്നിയെ നോക്കാനും പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുവാനും മാത്രം താഴ്ന്ന നിലയിലായി. നീ ആരെന്ന് മനസ്സിലാക്കുന്നില്ല എങ്കിൽ, നമ്മൾ നമ്മൾ തന്നെത്താനെ നമ്മളെ താഴ്ത്തി കാണാം. അതാണ് സംഭവിച്ചത്. അങ്ങനെ പന്നിയുടെ കൂട്ടത്തിലിരിക്കുമ്പോഴും വിശപ്പ് തീരാറായപ്പം ഒരു ദിവസത്തിൽ ഇവന് സുബോധമുണ്ടായിട്ട് അവൻ ചിന്തിക്കുകയാണ്, എൻ്റെ അപ്പൻ്റെ വീട്ടിലുള്ള ജോലിക്കാർക്ക് പോലും ഇതിൽ കൂടുതൽ സുഖമുണ്ട്, ഞാൻ തിരിച്ചു പോവുക. ഞാൻ തിരിച്ചു പോയാൽ എന്നെ സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല, കാരണം എല്ലാം വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയതല്ലേ. യു ഷുഡ് നോട്ട് ബേൺ ബോത്ത് ദ എൻഡ്. രണ്ട് സൈഡും തീ കത്തിച്ച് കളയരുത് ഒരിക്കലും. തിരിച്ചു പോകാൻ വയ്യാത്തൊരവസ്ഥ. എങ്കിലും ആ മകൻ ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ അപ്പനോട് ചെന്ന് ക്ഷമ ചോദിക്കും. അപ്പൻ്റെ സ്നേഹമാണ്. ഈ രണ്ടാമത്തെ മകൻ അപ്പൻ്റെ സ്നേഹം അറിയാമായിരുന്നു. അനുഭവിച്ചിട്ട് അതിൻ്റെ മഹത്വം അറിഞ്ഞില്ലെങ്കിൽ ഇപ്പം മനസ്സിലായി. അവൻ പറയാണ്, ഞാൻ തിരിച്ചു പോയിട്ട് അപ്പനോട് ക്ഷമ ചോദിക്കാം. സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു, എന്നെ ക്ഷമിച്ച് എന്നെ സ്വീകരിക്കണേ എന്ന് പറയാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ഇളയ മകൻ തിരിച്ചു വരുമ്പോൾ അപ്പൻ ദൂരത്ത് നിന്നേ കണ്ടിട്ട് അപ്പൻ മകനെ കണ്ട് ഇവനൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല. അവൻ്റെ വാ കൊണ്ട് നെഗറ്റീവ് ഒരക്ഷരം പറയിപ്പിക്കുന്നില്ല. അവൻ വരുന്നതോ തിരിച്ചു വരുമ്പോൾ ഒരു ധർമ്മക്കാരൻ പോലെ. ഉന്നത പദവിയിലുള്ള മകൻ എത്ര പേരുടെ ഇതുപോലെ പോയിരിക്കുന്നു. ഉന്നതമായുള്ളതിൽ സന്തോഷിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിൽ ജീവിക്കേണ്ട ആൺമക്കള് പതറി നടക്കുന്നു, വഴിയോരത്ത് കിടക്കുകയാണ്. അങ്ങനെ അവൻ തിരിച്ചു വരുമ്പോൾ അപ്പൻ ഈ മകനെ കെട്ടിപ്പിടിച്ചിട്ട് അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. അപ്പൻ്റെ കൈയാണ് ഇവൻ്റെ പുറത്തോട്ട് നിൽക്കുന്നത്. ഈ മകനെ കുളിപ്പിക്കുന്നു, വസ്ത്രം മാറ്റി കൊടുക്കുന്നു, ചെരിപ്പിടിപ്പിക്കുന്നു, മോതിരയിടിപ്പിക്കുന്നു, തലയിൽ കിരീടം വരെ വെച്ച് കൊടുത്ത് വലിയ ആർഭാടമായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗെദർ അവിടെ നടത്തുകയാണ്. അതിൽ മൂത്ത മകൻ വന്നിട്ട് അവനതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൻ്റെ സ്നേഹം വീട്ടിലായിട്ടും അറിഞ്ഞില്ല. നമ്മൾ അപ്പൻ്റെ സ്നേഹം അറിയാൻ പ്രാർത്ഥിക്കാം. ആവശ്യമില്ലേ? കർത്താവേ, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് എപ്പോഴും ഒന്നും പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. മനുഷ്യരല്ലേ, നമുക്കെല്ലാം വേറെ വല്ലവരെയും കണ്ട അവരുടെ കൂടെ മിണ്ടി, പ്രത്യേകിച്ച് വല്ലവരുടെയും കുറ്റമുണ്ട് അത് പറയാനൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ദൈവത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവസ്നേഹം വേണം. അത് ഇടയ്ക്കിടയ്ക്ക് താണുപോകും. അപ്പോഴെന്താ ചെയ്യേണ്ടത്? നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ ചെന്നേച്ച് പറയണം, കർത്താവേ, നിൻ്റെ സ്നേഹം എനിക്കില്ല, ഇപ്പം അല്പം കൂടി ഇട്ട് തന്നാൽ ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? വെറുതെ കാര്യം കാണാനുള്ള പ്രാർത്ഥനയല്ല ഞാനീ പറയുന്നത്. ഇങ്ങനെ നിൻ്റെ സ്നേഹം എന്നിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു, അല്പം കൂടെ സ്നേഹം. അങ്ങനെ ഒന്ന് ചോദിച്ച ഉടനെ സ്നേഹം ദൈവം ഇട്ട് തരും.
ആ പിളർന്ന മാർവിൽ നിന്ന് ഒഴുകിയ രക്തവും വെള്ളവും നമ്മുടെ മേലും നമ്മുടെ മക്കളുടെ മേലും ഈ സമയത്ത് ദൈവം ഒഴിച്ചിട്ട് കഴുകി ശുദ്ധീകരിച്ച് വെട്ടിപ്പാക്കി ആ മടിയനായ പുത്രനെ ശുദ്ധീകരിച്ചതുപോലെ അനേക കുടുംബങ്ങളിൽ ഭർത്താവിൻ്റെ പരിശുദ്ധാത്മാ കടന്നു വന്നിട്ട് മക്കളെ ശുദ്ധീകരിക്കുന്ന സമയമാണിത്. ഇത് ദൈവമാണ് ചെയ്യുന്നത്, മനുഷ്യനല്ല. ഇത് ദൈവം. ഇവന് സുബോധം കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നതും ദൈവമാണ്. ഇത് ആക്ച്വലി പിതാവാം ദൈവത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ദൂഷ്യം എന്താണെന്ന് വെച്ചാൽ പുരുഷന് പുരുഷനായിട്ടും സ്ത്രീകൾക്ക് സ്ത്രീയായിട്ടും അറിഞ്ഞുകൂടാത്ത ഒരു കാലം. ഇപ്പോൾ അമേരിക്കയിലൊക്കെ സ്കൂളുകൾ കണ്ടിട്ടില്ലേ, ടീനേജ് ആകുന്നതിന് സുന്ദരനായ ഒരു 5-6 വയസ്സുള്ളൊരു കുട്ടി, ടീച്ചർ പറയുക നീ പെണ്ണാണെന്ന്. കാരണം ഈ കൊച്ചിനെ കാണാൻ സുന്ദരനാണ്. എങ്ങനെയുണ്ട്? ഞാൻ അനുഭവങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ ടീച്ചർ ഈ കുട്ടിയെ പെണ്ണിൻ്റെ പേര് ചൊല്ലി വിളിക്കും. 4 പ്രാവശ്യം ജോണിനെ യോവാനാന്ന് വിളിച്ചു തുടങ്ങിയാൽ അവനും ചിന്തിക്കത്തില്ല ഞാൻ പെണ്ണാണോ ഇനിയെന്ന്. ചിന്തിക്കത്തില്ലേ? ടീച്ചറാണ്. മ്ലേച്ഛതയുടെ ചൊവ്വില്ലാത്ത ടീച്ചേഴ്സ് പഠിപ്പിക്കരുത്. അവരെയൊക്കെ എടുത്തു മാറ്റണം. ഞാൻ പറയാം ദാഗോൻ്റെ തല വെട്ടിപ്പോലെ ഇവരുടെയൊക്കെ മാറിപ്പോണം കർത്താവ്. അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഈ 5 വയസ്സുള്ള കുട്ടിക്ക് ഞാൻ പെണ്ണാണോ ആണോന്നൊന്നും അറിയാൻ വയ്യാതെ പിന്നെ ഇവന് ഉള്ള ധൈര്യം എല്ലാം പോവുകയാണ്. പിന്നെ ഇപ്പോൾ സർജറി കൊടുക്കും. ആണിനെ പെണ്ണാക്കും, പെണ്ണിനെ ആണാക്കും. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ തന്ത്രം അമേരിക്കയിൽ. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ രാജ്യം പലപ്പോഴും ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അനുകരിക്കാൻ മിടുക്കരാ. ഒരിക്കലും ആ നാശത്തിലേക്ക് പോകാൻ. ഇപ്പോൾ പുതിയ ട്രംപ് വന്നിട്ട് നിയമമാക്കി DNA ജനിക്കുമ്പം ആൺകുട്ടിയുടെ DNA ആണെങ്കിൽ ആൺകുട്ടി, ജനിക്കുമ്പം പെൺകുട്ടിയുടെ ആണെങ്കിൽ പെൺകുട്ടി എന്ന് പറയാൻ. അങ്ങനെ 2 പേരെ ആണും പെണ്ണുമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് ഇപ്പോൾ അവിടെ അമേരിക്ക പറയാൻ തുടങ്ങി. സ്കൂളുകളിൽ 10 കൽപ്പന പഠിപ്പിക്കാൻ തുടങ്ങി, വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. എന്താ ഒന്നുമല്ല ആ മനുഷ്യൻ അതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. നിലനിൽക്കുന്നത് പലർക്കും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ചില പോളിസികൾ കറക്റ്റ് അല്ലെങ്കിലും സത്യത്തിൻ്റെ ആത്മാവിൽ നിന്ന് ദൈവം ഇറങ്ങി വന്ന് രാജ്യം ശരിയാക്കും. അല്ലാതെ തിരിച്ചല്ല വരേണ്ടത്. മനുഷ്യൻ്റെ കുറവിലല്ല. ദൈവം എങ്ങനെ ഒരു വ്യക്തിയെ കാണും? എത്ര പ്രാവശ്യങ്ങളെ വെടിവെക്കാൻ നോക്കി, ദൈവത്തിൻ്റെ കൈ നിൽക്കുന്നതുകൊണ്ട് വെടിവെക്കുന്നില്ല. അല്ലെങ്കിലോ? അപ്പോൾ ദൈവം ഇപ്പോഴും അമേരിക്കയെ സ്നേഹിക്കുന്നുണ്ട്. നേർവഴിക്ക് വരാതെ അനുഗ്രഹിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ഇപ്പം മുടിയനായ പുത്രനെ പകുതിക്ക് വെച്ചിട്ട് അവനെ തിരിച്ചു കൊണ്ടിരുന്ന ഈ വീട്ടിൽ അപ്പടി കലക്കായിരുന്നു. ഇപ്പോൾ ഇവൻ മര്യാദയ്ക്ക് വന്നു, മര്യാദയ്ക്ക് അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന്. അതുതന്നെയാണ് അപ്പൻ്റെ സ്നേഹം. ഈ പുരുഷത്വം പഠിപ്പിച്ചെടുക്കണം. ഈ ചെറോക്കി ഇന്ത്യൻസിൻ്റെ ഇടയ്ക്ക് അവരുടെ ഒരു കൾച്ചറൽ ട്രഡീഷനുണ്ട്. ചെറോക്കി ഇന്ത്യൻസ് എന്ന് പറയുന്നത് റെഡ് ഇന്ത്യൻസ് ആണ്. അവരുടെ ജീവിതത്തിൽ അവർ ഗ്രാമങ്ങളിൽ അവർ താമസിക്കുന്നത്. അവരുടെ കൾച്ചർ എന്താണെന്ന് ചോദിച്ചാൽ when a boy turns 12 or 13, അതായത് 12-13 വയസ്സാകുമ്പോൾ ഒരു ആൺകുട്ടി 12-13 വയസ്സാകുമ്പം അവനെ ഈ ദേശത്തുള്ള വില്ലേജിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഒരു കാട്ടിലേക്ക് പറഞ്ഞു വിടും. കയ്യിൽ വെള്ളമില്ല, ടോർച്ചില്ല, പിന്നെ ആയുധമില്ല, ഒന്നുമില്ലാതെ ഇവനെ കാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഒരു രാത്രി മുഴുവനും ഇവൻ പുരുഷനാകുന്നതിന് മുൻപേ ഇവനെ ബലം പ്രാപിക്കാൻ വേണ്ടി ഈ കൂരിരുട്ടുള്ള കാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവിടെ ഇരിക്കുമ്പോൾ അവൻ ആകെക്കൂടെ ഉള്ളത് അവന് ഒരു ആഗ്രഹമുള്ളൂ, എങ്ങനെയെങ്കിലും സൂര്യനൊന്ന് ഉദിച്ചു വന്നിരുന്നെങ്കിൽ ഒന്ന് നേരം വെളുത്തിരുന്നേൻ. അപ്പോൾ രാത്രിയിൽ ഒരു ഇല വീണാൽ, ഒരു മൃഗത്തിൻ്റെ ശബ്ദം കേട്ടാൽ, എന്തെങ്കിലും അനക്കം കേട്ടാൽ ഒക്കെ ഇവന് പേടിയാണ്. അപ്പോൾ അവൻ ഉറങ്ങിയിട്ടേ ഇല്ല. രാത്രി ഉറങ്ങാതെ അവൻ രാത്രി മുഴുവൻ ഇരുന്ന് എപ്പോഴാണ് ചെന്നാ വരുന്നത്, എപ്പോഴാണ് സിംഹം വരുന്നത്, എപ്പോഴാണ് പാമ്പ് കടിക്കുന്നത്, ഇതൊന്നും കാണാനും വയ്യ. അങ്ങനെ രാത്രി മുഴുവൻ ഇരിക്കുമ്പോൾ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും സൂര്യനൊന്ന് ഉദിച്ചാൽ മതിയെന്ന്. നമ്മളും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല പല കാര്യങ്ങൾ. രാത്രി 2 മണിയാകുമ്പോൾ പ്രശ്നങ്ങൾ, വീട്ടിൽ ആർക്കെങ്കിലും രോഗമോ പ്രശ്നമോ വിഷമോ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതിയെന്ന് അങ്ങനെ ചിന്തിച്ചു. ഈ ബാലൻ അവിടെ തന്നെ നിൽക്കും. നേരം വെളുക്കുമ്പോൾ സൂര്യൻ്റെ പ്രകാശം വരുമ്പോഴേ, ഒരുവിധം വെട്ടം വരുമ്പോഴേ ഇവൻ ഈ കാട്ടിൽ വെട്ടം വന്നു കഴിയുമ്പോൾ ഇവന് ചുറ്റുപാടും ഒന്ന് കണ്ണ് ഓടിച്ചവനൊന്ന് നോക്കും. ചുറ്റുപാടും നോക്കുമ്പോഴിവൻ കാണുന്നത് ഇവൻ്റെ അപ്പൻ്റെ കണ്ണ്. 10 അടി ദൂരത്തിൽ ഇവൻ്റെ അപ്പൻ്റെ കണ്ണാണ്. അപ്പനെയാണ് കാണുന്നത്. അവൻ്റെ കണ്ണ് അപ്പൻ്റെ കണ്ണിലേട്ടാണ് ഉടക്കുന്നത്. ആ അപ്പൻ്റെ കയ്യിൽ വാളുണ്ട്, കുന്തമുണ്ട്, പിന്നെ ആയുധങ്ങളുണ്ട്, സാധനങ്ങളെല്ലാം വെച്ച് ഏത് മൃഗം എപ്പോൾ വന്നാലും അവനെ വെട്ടിക്കൊല്ലുവാനുള്ള ആയുധമായിട്ട് ആ രാത്രി മുഴുവൻ അപ്പൻ കണ്ണടയ്ക്കാതെ ഈ മകൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കാട്ടിൽ അവൻ്റെ കൂടെ 10 അടി ദൂരെ അവൻ നിന്നിരുന്നു എന്നുള്ളതാണ്. അതാണ് അപ്പൻ്റെ സ്നേഹം.
നമ്മൾ അമ്മമാരുടെ സ്നേഹമൊക്കെ വിളിച്ചു പറയും, അപ്പന്മാരുടെ സ്നേഹം പറയാൻ ആളില്ല. അവർ കഷ്ടപ്പെടുന്നത് ഒരു കുടുംബത്തെ പോലെ. അവരുടെ ബലം സ്ത്രീകൾ കൊടുക്കുന്ന അപ്പനും അമ്മയും മക്കൾ അപ്പനെ ബഹുമാനിക്കുന്ന, ഇതെല്ലാം ചോർത്തിക്കളഞ്ഞേച്ച് സ്ത്രീകൾ കുറച്ച് കാശുണ്ടാക്കുമ്പോഴത്തേക്ക് സ്ത്രീയാണ് പുരുഷനെക്കാട്ടി വലുതെന്നും എനിക്കാണ് നിങ്ങളെക്കാട്ടി കാശെന്നും പറയുന്ന ഒരു ജനതയായിട്ട് മാറുന്നെങ്കിൽ കഷ്ടം എന്നല്ലേ ദൈവം പറയുന്നത്. ഈ കഴിവ് എവിടെ നിന്ന് കിട്ടി? ഒരു പുരുഷൻ്റെ കൂടെ പുരുഷൻ തലയായിട്ട് നിൽക്കാതെ ഒരു സ്ത്രീ തന്നെത്താനെ കാണിച്ചിട്ട് പുരുഷനെ വേണ്ട എന്ന് കാണിക്കുമ്പം അടുത്ത തലമുറ എന്ത് കണ്ടാണ് വളർന്നു വരുന്നത്? എന്തിലാണ് അവർ ഉറച്ചു നിൽക്കേണ്ടത്? പറയും. ദൈവം നിയോഗിച്ച, ദൈവം മുകളിൽ, അതിൻ്റെ താഴെയാണ് അപ്പൻ, അതിൻ്റെ കൂടെ നിൽക്കുന്ന അമ്മ സഹായിയാണ്, അതിൻ്റെ താഴെ മക്കളൊന്നും. അതാണ് ഒരു ശരിയായ കുടുംബം, ഇല്ലേ? അങ്ങനെയല്ലേ ദൈവം പറയുന്നത്? അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകി വരുന്നത്. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ തടസ്സം നമ്മുടെ തന്നെ തെറ്റായ രീതികളാണ്. അപ്പോൾ യേശു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങളെ ഒന്നിച്ചു കൂടുമ്പോൾ വി സ്റ്റേ കണക്റ്റഡ്. അതുകൊണ്ടാണ് 133 പറയുന്നത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് കഴിയും. ഇതൊക്കെ ദൈവമുള്ളവർക്കാണ്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് കഴിയുന്ന എത്രയോ നല്ലത്. അത് അഭിഷേകത്തിൻ്റെ തൈലമൊഴുകിയാണ്. അതുപോലെ തന്നെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ മൂന്നിൽ ഏറ്റവും വലുതോ സ്നേഹമെന്നാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, പരോപകാരം ചെയ്യുന്നു, മറ്റുള്ളവരുടെ കുറ്റം കാണുന്നില്ല. അതായത് ഇപ്പോൾ എനിക്ക് എൻ്റെ മകനിൽ കുറ്റമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അത് കാണത്തില്ല. എന്നാൽ മരുമക്കളിൽ കുറ്റമുണ്ടെങ്കിൽ നമ്മളത് ഓർത്തിരിക്കും. മക്കൾ ഇന്നലെ പറഞ്ഞത് നമ്മൾ മറക്കും. ഇല്ലേ ശരിയായിട്ടില്ല, ഇന്നും ശരിയായിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ആരും പെർഫെക്റ്റ് അല്ല. പക്ഷേ ദ യാഡ്സിക് പ്രിൻസിപ്പിൾസ് ദൈവം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഓർപ്പിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ, സ്നേഹത്തിൻ്റെ ആത്മാവിൽ ഭരിക്കണം. ഒരു സപ്പോർട്ട് സിസ്റ്റമായി മാറണം കുടുംബം. അതായത് ഭാര്യ ഭർത്താക്കന്മാർ കമ്പീറ്റ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ അല്ല, കോംപ്ലിമെൻ്ററി ആകണം. ഭാര്യയ്ക്ക് എന്താണ് കഴിവ്, അതിനെ ബഹുമാനിക്കുക. ഭാര്യ എന്ത് വന്നാലും ഭർത്താവിനെ ബഹുമാനിക്കണം. ബഹുമാനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മറ്റുള്ളവരെ, പുരുഷനെ ബഹുമാനിക്കാൻ അറിഞ്ഞുകൂടാ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിലെ നമ്മുടെ അപ്പനന്മാർ നമ്മളെ രാജ്ഞിമാരായിട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ വീട്ടിൽ നമ്മളത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പകർത്താൻ നമുക്ക് പല വീടുകളിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭർത്താവ് പറയുന്നതിന് അൾട്ടിമേറ്റ്ലി വില കൊടുക്കുന്നു. അതൊന്നും കാണാതെ വളർന്നിട്ട് ഈ മനുഷ്യനെ വേണ്ടാന്ന് പറഞ്ഞ് 1, 2, 3, 4, 5 വിവാഹം നടത്താൻ തുടങ്ങിയാൽ അതാണോ ദൈവത്തിൻ്റെ പ്ലാന്? ദൈവത്തിൻ്റെ പ്ലാൻ എന്തുവാണ്? ഏകഭാര്യ ഏകപുരുഷൻ, അങ്ങനെയല്ലേ ദൈവം ഉദ്ദേശിച്ചു? തിമോത്തി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും മാനിക്കാതെ അവനവൻ്റെ ഇഷ്ടത്തിന് പോയി ജീവിച്ച് ഒരു വസ്ത്രം മാറുന്ന പോലെ അപ്പനെ മാറ്റിക്കൊണ്ടിരുന്നാൽ മക്കൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പൻ ആരെന്നറിയാത്ത ഒരു തലമുറ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ തന്നെ ഞാൻ കണ്ടു, അമേരിക്കയിലൊക്കെ മക്കൾ വേണ്ട, ഇവിടെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ മക്കളെ വേണമെങ്കിൽ യു ഗെറ്റ് ദ സ്പേം ബാങ്കിൽ ചെന്നിട്ട് ഏതപ്പനാന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. എവറി ചൈൽഡ് വാണ്ട്സ് ടു നോ ദെയർ ഫാദർ. നമ്മുടെ റൂട്ട്, എൻ്റെ വേരെവിടുന്ന്, ഞാൻ എവിടുന്നുണ്ടായി, എൻ്റെ അപ്പനാര്, എനിക്ക് എന്നോട് സംസാരിക്കുന്ന, എനിക്ക് കാണുന്ന ഒരു അപ്പനുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ സ്ത്രീകൾ ദൈവാത്മാവിൽ നിറയണം. നമ്മളെ വലിയ ചുമതലയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ വിളക്കാണ് നമ്മൾ. അത് മാറാതെ നമ്മൾ ഈ എന്ത് പ്രശ്നമുണ്ടെങ്കിലും വി ഷുഡ് സ്റ്റാൻഡ് ടുഗദർ. ഇത് ഈ ഒരു വിവാഹ ജീവിതത്തിൽ പള്ളിയിലൊക്കെ പറയുന്ന കേട്ട് നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഒരിക്കലും ഒരു കവനൻ്റ് അല്ലെങ്കിൽ ഉടമ്പടി അല്ലെങ്കിൽ ഒരു കൂദാശയിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇത് ഞാൻ അനേകരുടെ മുമ്പിൽ ദൈവസന്നിധിയിൽ സാക്ഷ്യം പറഞ്ഞ് ഏറ്റെടുക്കുന്നതാണ്. ഇത് ഒരിക്കലും മാറത്തില്ല. ഒരു കുടുംബത്തിലും പ്രശ്നം ഉണ്ടാകുമ്പം ഞാൻ ഡിവോഴ്സ് ചെയ്യുന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. അന്യദേവൻ്റെ വാക്ക് നിൻ്റെ നാവിൽ ഉണ്ടാകരുതെന്ന് പറയുന്നത് പോലെ തന്നെ ഒരിക്കലും പറയണ്ടാത്ത ഒരു വാക്കാണ് ഡിവോഴ്സ്. ഇത് പറയുമ്പോൾ പലർക്കും പ്രയാസമുണ്ട്, ശരിയാണ്. സാഹചര്യങ്ങളുടെ മേലിലും ഭർത്താക്കന്മാർ ഉപദ്രവിക്കുന്നവരുണ്ട്, ഭാര്യമാരുണ്ട്. പക്ഷെ ഞാൻ അവിടെ അല്ല ഞാൻ ഊന്നുന്നത്. ആബ്സല്യൂട്ട് ട്രൂത്ത് ഇതാണ്, സത്യമെന്തെന്ന്.
ഇപ്പം ഞാൻ പറയുക, ഇപ്പോൾ 996 ഗോൾഡ് എന്ന് പറയുന്നു. ആ ഗോൾഡ് സ്വർണത്തിൻ്റെ വില മതിക്കുന്ന അതിൻ്റെ ക്യാരറ്റ് അനുസരിച്ചാണ്. അതല്ല എനിക്ക് 99 ഒന്നും വേണ്ട, 9800 മതിയെന്ന് പറഞ്ഞാൽ അത് നിൻ്റെ ഇഷ്ടം. പക്ഷെ അതുകൊണ്ട് ഗോൾഡിൻ്റെ സ്റ്റാൻഡേർഡ് മാറുന്നില്ല. ദ സ്റ്റാൻഡേർഡ് ഈസ് അബ്സല്യൂട്ട്ലി കറക്റ്റ് എന്ന് പറഞ്ഞ പോലെ വേദപുസ്തകത്തിൽ ചില സ്റ്റാൻഡേർഡുകൾ ദൈവം വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ നമുക്ക് അധികാരമില്ല. ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾക്ക് മാറ്റം വരുത്തില്ല. അപ്പം നമ്മൾ ദൈവത്തെ പഠിപ്പിക്കുന്നവരായി മാറാതെ ദൈവം പറയുന്നത് ഉൾക്കൊണ്ട് വിശ്വസ്തയോട് നമുക്ക് തന്നിരിക്കുന്ന അപ്പന്, നമുക്ക് തന്നിരിക്കുന്ന ഭർത്താവ്, നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറയാൻ അതുകൊണ്ടാണ് കുടുംബയോഗങ്ങൾ ആവശ്യമുണ്ട്. നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ വി കൺസെറ്റ് കണക്റ്റഡ്, വി ഗീവ് ഓണർ ടു ദി എൽഡർലി പീപ്പിൾ, വി അപ്രീഷിയേറ്റ് ദി യങ്ങർ ജനറേഷൻ, വി സീ ഈച്ച് അതർ. അതുപോലെ തന്നെ നമുക്കൊരു ഹിസ്റ്ററി ഉണ്ടെന്നും നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നും കാണുമ്പം നമുക്ക് ഒരു വിലയുണ്ടാകും. അപ്പം ഇതൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. സ്റ്റേ കണക്റ്റഡ്, സ്റ്റേ റൂട്ടഡ് ആൻഡ് ക്യാരി ഫോർവേഡ് ദ ലെഗസി. എന്ത് ചെയ്യുന്ന എന്നിട്ടാണ് ജോഷുവ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞതുപോലെ കുടുംബമായിട്ട് പുരുഷനാണ് തീരുമാനമെടുത്തത്. അതിൻ്റെ കൂടെ ഭാര്യയും മക്കളും വന്ന് നിൽക്കണം. അതല്ലാത്തൊരു കുടുംബം എങ്ങനെ നിൽക്കാനാണ്? അത് എളുപ്പമുള്ളതല്ലല്ലോ. ദൈവം കാണിക്കുന്നതൊന്നും എളുപ്പമല്ലാത്തവന്മാർ നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നുണ്ടല്ലേ. ആത്മാവിലാണെങ്കിൽ ജീവിക്കാൻ ഇതൊന്നും പാടല്ല. സ്വർഗത്തിൽ നമ്മളെ കൊണ്ടുപോയി ഇപ്പോൾ ഏദൻ തോട്ടത്തിൽ വെച്ചാലും നമ്മൾ ഈ ക്യാരക്ടർ കാണിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ ശുദ്ധീകരിച്ച് സ്വഭാവം ശുദ്ധീകരിച്ച് കൊണ്ടു ചെല്ലുമ്പം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പം എല്ലാം അടുക്കും ചിട്ടയായിട്ട് വരും. ഒരു കലക്കത്തിൻ്റെ ആദ്യ ഭാഗം ദൈവസ്നേഹം ഇല്ലാത്ത ഭർത്താവിലും ഭാര്യയിലും, ആദ്യ ഭർത്താവിലെ, ഭാര്യയിലെ, മക്കളിൽ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥനയും കൂട്ടായ്മയും മുടക്കാതിരിക്കുക. കുടുംബയോഗങ്ങളിൽ ഒന്നിച്ചുകൂടി അന്യോന്യം കണക്റ്റഡായിട്ട് നിൽക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരപ്പൻ്റെ സ്നേഹം എന്ന് പറയുന്നത് പറയാൻ തീരാൻ നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരപ്പൻ എന്തുമാത്രം സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഒരു ഭവനം നിർത്തുന്നത്. ശത്രുവിൻ്റെ മുൻപിൽ എൻ്റെ മക്കളും എൻ്റെ ഭാര്യ എന്നും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണമെന്ന് ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്നു. അതവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ എവിടെയോ പാളിച്ച അവർക്കും പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ ദൈവസ്നേഹം കിട്ടി കാണത്തില്ല. എന്നാൽ ദൈവസ്നേഹം കിട്ടി ഒരു കുടുംബത്തിൽ നിന്ന് ഒരു മകൾ കടന്നു വരുന്നതെങ്കിൽ ആ സ്നേഹത്തിൽ ആ ഭർത്താവിനെ ഉറപ്പിക്കാൻ കഴിയും. തിരിച്ചും അങ്ങനെ തന്നെ. ഈ ദിവ്യമായ സ്നേഹം ക്രിസ്തുവാകുന്ന ആ മുന്തിരിയിൽ നിന്ന് അല്ലാതെ കിട്ടത്തില്ല. നടുക്ക് ക്രിസ്തു നിന്നുകൊണ്ട് തന്നെ വിവാഹം നടത്തിയത്. ഭാര്യ ഭർത്താക്കന്മാർ ഏകമായിട്ട് നിന്നാൽ ശരിയാകത്തില്ല. അവരൊന്നിച്ചു നിന്ന് ഒരു മുന്തിരിയയിൽ രണ്ട് സൈഡിലായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് ഈ മുന്തിരിയിലേക്ക് പടർന്നു നിൽക്കുന്ന നിറച്ചു ഫലം കായ്ക്കുന്ന വൃക്ഷം ഒരു ചെടിയായിട്ട് മാറണം. 128 യഹോവ ഭക്തനായ പുരുഷൻ ആര്? അവൻ്റെ പ്രവൃത്തികളുടെ ഫലം അവൻ അനുഭവിക്കും. അവൻ്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. അവൻ്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ, അവളുടെ തായ്വേര് ഒരിക്കലും പുറത്തു പോകരുത്. അവളുടെ വേര് വീട്ടിനകത്ത് തന്നെ. ശാഖയിൽ ചിലത് പുറത്തോട്ട് പോയി ഫലം കായ്ച്ചെന്നിരിക്കും, പക്ഷേ വീട്ടിനകത്തുനിന്ന് കാലു മാറാൻ അനുവദിക്കരുത്. മക്കൾ മെശയ്ക്ക് ചുറ്റും ഇരിക്കുന്ന ഒലിവ് വൃക്ഷങ്ങൾ. കർത്താവേ, നീയാണ് അവരെ നിയോഗിച്ചത്. അവരെ നേർവഴിക്കെത്തേണ്ട ഒരു ചുമതല ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. വിശ്വസ്തയോടെ ചെയ്ത് തീർത്ത് ഉന്നത പദവിയിൽ അവരെ ആക്കി നിന്നിൽ ഉറപ്പിക്കാൻ നീ ഞങ്ങൾക്ക് ബലം തരണം. വേലി കെട്ടിത്തരണം. അല്ലാത്തതെല്ലാം അഴിഞ്ഞു പോകണം. ഇപ്പോൾ അഴിഞ്ഞു പോയേ പറ്റൂ. അകത്തിരിക്കാനൊക്കത്തില്ല. ഞങ്ങൾ നിൻ്റെ മുമ്പിലാണ് ഈ വാദം ചെയ്യുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് ഏറ്റെടുത്തേ പറ്റൂ. കർത്താവ്, ശത്രുവിനെ ഇറക്കി മാറ്റി ഞങ്ങളുടെ ഭവനത്തിനകത്തെ കരടുകൾ കർത്താവെ പുഴുക്കുത്തുണ്ടെന്നാണ് പറയുന്നത്. നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പിശാചുക്കളെ എടുത്തു മാറ്റി പൂർണ്ണമായിട്ടും പുഷ്ടിയുള്ള ജീവവൃക്ഷങ്ങളാക്കി ഞങ്ങളുടെ ഭവനങ്ങളെ ആക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.